നമസ്കാരം, ഞാൻ മൃണാൽ. മാസ്റ്റർ ക്ലാസിന്റെ കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ ബേസിക് പോയിന്റ് ഇതാണ്: മെനു വലുതാവും തോറും റെസ്റ്റോറൻറ്റ് കഷ്ടത്തിലാവും എന്ന് വെച്ച് പാരഗൺ പോലത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ എപ്പോൾ പോയി ഓർഡർ ചെയ്താലും എല്ലാവരും സാധാരണ പറയും ഇതൊരു കൺസിസ്റ്റൻ്റ് ആണ്, അവർ ഒരു മിനിമം ക്വാളിറ്റി, മിനിമം ടേസ്റ്റ് എപ്പോഴും നമുക്കതിന് ഉണ്ടാവും എന്ന് പറയും. പക്ഷേ നമുക്കിപ്പോൾ ഇപ്പം ഒരു സിനിമയിൽ ഇഞ്ചക്കാരൻ മത്തായി ആൻഡ് സൺസിൽ പറയുന്നുണ്ട്, അതെ മത്തായിച്ച, ഈ ബോംബെ ഡൈയിങ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അതുപോലെ കേരള ഡൈയിങ് എന്നൊരു കമ്പനി പ്ലാൻ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ അത്. അപ്പൊ ഇഞ്ചക്കാരൻ മത്തായി കർത്താവിനെ നോക്കുന്നുണ്ട് ഒന്നും പറയാതെ. ഇതിലെ സംഭവം എന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രിയിലും എക്സെപ്ഷൻസ് ഉണ്ടാവും. ഭീകരമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഭയങ്കര കുറേ എക്സ്പീരിയൻസ് ഉള്ള. അപ്പം അത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പേ ഉള്ളൊരു താല്പര്യമാണ്, നമ്മൾ എന്താണോ വളരെ നന്നായി ചെയ്യുന്നത് അത് മാത്രം റെസ്റ്റോറൻറ്റിൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഹിമ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എനിക്കൊരു പരിചയക്കാരിയുണ്ട്. അവരാകെ ചെയ്യുന്നത് ചപ്പാത്തിയും ചിക്കനുമാണ്. ഞാൻ ഹിമേനെ കണ്ടിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ചപ്പാത്തി ചിക്കൻ അത് ഗംഭീരമായിട്ട് ഹിമയ്ക്ക് ചെയ്യാൻ അറിയാം, അത് ഗംഭീരമായിട്ട് ഹിമ ചെയ്യുന്നു, സിമ്പിൾ. അതുപോലെ എഴുത്താണിക്കട കൊല്ലം, അവർ ചെയ്യുന്നത് ചായ, മട്ടൻ കറി, പൊറോട്ട, വെട്ടേക്ക്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. അത് ഗംഭീരമായിട്ട് അവർക്ക് ചെയ്യാൻ അറിയാം, അത് അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നു. 1000 വെട്ടേക്ക് വെക്കുന്നു, അങ്ങനെ നടക്കുന്നു. അതുപോലെ ഇപ്പോൾ പാരഗണിൻ്റെ ഓപ്പോസിറ്റ് കോഴിക്കോട് പാരഗൺ, കണ്ണൂർ റോഡിലുള്ള കോഴിക്കോട് പാരഗണിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാൽ സർബത്ത് കടയുണ്ട്. എത്രയോ വർഷമായി അവർ ആ ഒരു പാൽ സർബത്താണ് അന്നും ഇന്നും എന്നും വിൽക്കുന്നത്. ഈ കടകളെല്ലാം നല്ല തിരക്കുള്ള കടകളാണ്. അതുപോലെ പണ്ട് ഞാൻ കാസർഗോഡ് നിന്ന് കഴിച്ചിരുന്ന ഒരു കടയുണ്ട്. അവിടെ പ്രധാനമായിട്ട് കിട്ടുക ഒരു ഡ്രിങ്ക്, ഷെയ്ക്ക് പോലത്തെ ഒരു ഡ്രിങ്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചിക്കറി, അതുപോലെ പൂരി, വലിയ പൂരി, പൊള്ളം നിറഞ്ഞ പൂരി. ഇതാണ് അവിടെ മെയിനായിട്ട് കിട്ടുക. അതാണ് അവർ ഗംഭീരമായിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സംഭവങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മംഗലാപുരം ഐഡിയൽ ഐസ്ക്രീം പാർലർ. എൻ്റെ പെങ്ങളൊക്കെ മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 10-15 കൊല്ലം മുമ്പ്, അവൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനവിടെ അവളെ കാണാനും കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ ഐഡിയൽ ഐസ്ക്രീം പാർലർ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഐസ്ക്രീമുകൾ, പാരഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനത്തെ ഒന്നും ഐസ്ക്രീം വേറെ എവിടെയും കാണാൻ പോലും കിട്ടും. ഐസ്ക്രീം തന്നെ, പക്ഷെ ഐസ്ക്രീം വെച്ചിട്ടുള്ള സംഭവങ്ങൾ, ബനാന സ്പ്ലിറ്റ്, ഒന്നും പറയണ്ട. നമ്മളതിങ്ങനെ വിരുമ്പി സപ്പിടുമായിരുന്നു. തമിഴ് സ്റ്റൈലിൽ പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവസാനം ഏകദേശം 1.5-2 വർഷം മുമ്പ് ഐഡിയലിൽ പോയപ്പം അവർ ദോശ വിൽക്കുന്നു, അവരെന്തൊക്കെയോ വിൽക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഡൈല്യൂട്ടഡ് ആവുകയാണ്, അതിൻ്റെ സംഭവം. ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ അതും കൂടെ ചെയ്യണ്ടേ. ആ ദോശയ്ക്ക് നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ലോ, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്താലോ. ഇങ്ങനെയുള്ളൊരു വിചാരമാണ്. ആ വിചാരത്തിന് വലിയ സ്ഥാനമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദോശ നന്നായിട്ട് ചെയ്യുന്ന വേറെ ആളുകളുണ്ട്. KFC അന്നും ഇന്നും അറിയപ്പെടുന്നത് ഫ്രൈഡ് ചിക്കനാണ് ആണല്ലോ. മക്ഡൊണാൾഡ്സ് അന്നും ഇന്നും അറിയപ്പെടുന്നത് ബർഗറാണ്. മക്ഡൊണാൾഡ്സ് KFCയുടെ ഫ്രൈഡ് ചിക്കൻ ബിസിനസ്സിലേക്ക് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് അന്നും ഇന്നും ഒന്നും ചെയ്തിട്ടില്ല. KFC മക്ഡൊണാൾഡ്സിന്റെ ബർഗർ ബിസിനസ്സിലേക്ക് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് അന്നും ഇന്നും ഒന്നും ചെയ്തിട്ടില്ല. സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊരു ചെറിയൊരു പാർട്ടിൽ, ചെറിയൊരു സൈഡായിട്ട് നടക്കുന്നു. അവരുടെ മെയിൻ ബിസിനസ് ഇപ്പോഴും ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാം, പരിപ്പ് വട ഉണ്ടാക്കാൻ അറിയാം, പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം, ബോണ്ട ഉണ്ടാക്കാൻ അറിയാം. ഇത്രയും മതി ഒരു കട തുടങ്ങാൻ. കോട്ടയത്തൊരു കട കണ്ടു, ചപ്പാത്തി അവിടെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ.
എന്തോ രാവിലെയോ മറ്റോ 2-3 കറികൾ ഉണ്ടാവും തോന്നുന്നു. അത് തീർന്നു കഴിഞ്ഞാൽ കറികൾ തീർന്നു. ഒരാൾ നിന്ന് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മെഷീനൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ ചപ്പാത്തി. ദുബായിൽ സ്റ്റുഡൻറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് തുടങ്ങിയത് ബിരിയാണി ആയിട്ട് മാത്രമാണ്. ബക്കറ്റ് ബിരിയാണി അങ്ങനെ ഇങ്ങനെ. ഞാൻ അമൃത്സറിലൊരു ജിലേബി കട കണ്ടു. ജിലേബി ഒരു ഗുലാബ് ജാമുൻ, അതായത് ബേസിക്കലി നമ്മുടെ നെയ്യിൽ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ 2 എണ്ണം. അപ്പം ഒരു വലിയ ഇരുമ്പ് ചട്ടിയിൽ നെയ്യ്, അതിനകത്ത് വറുത്തെടുക്കുന്നു 2 പലഹാരങ്ങൾ. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്, സ്റ്റാഫിൻ്റെ കോസ്റ്റ്, റെൻറ്റ്, കാരണം സ്പേസൊക്കെ വളരെ കുറച്ച് മതി. ഞാനിവിടെ പൂനെയിലൊരു കട കണ്ടു. അവിടെ ആകെയുള്ളത് ഓംലെറ്റ്, ബ്രെഡ് ടോസ്റ്റ്, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ വേറൊരു സാധനം. പിന്നെ ബ്രെഡ് വേണമെങ്കിൽ ക്രീമിൽ ബട്ടറിൽ തേച്ച് തരും, അല്ലെങ്കിൽ ജാമിൽ തേച്ച് തരും, അല്ലെങ്കിൽ ക്രീമിൽ തേച്ച് തരും. സിമ്പിൾ. നല്ല തിരക്കുണ്ട്, നല്ല ആളുകളുണ്ട്, ചായയും കിട്ടും. അപ്പം എല്ലാവരും എല്ലാം ചെയ്യണ്ട. ഒരു പാരഗൺ ഉണ്ടാക്കിയ ഫിഷ് മാംഗോ കറി, എനിക്ക് തോന്നുന്നു ഫിഷ് മാംഗോ കറി വിൽക്കാത്ത നാടൻ റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ അപൂർവമായി തുടങ്ങി. എല്ലാവരും ഫിഷ് മാംഗോ കറി. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫിഷ് മാംഗോ കറി ഗംഭീര കറിയാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അതിനു വേണ്ടി അത് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നെ അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് അത്രയൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള 4-5 നല്ല ഐറ്റം മതി. നിങ്ങൾ ഏത് വലിയ റെസ്റ്റോറൻറ്റ് എടുത്തോളൂ, ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളിൽ, നന്നായി നടക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ 4-5 ഐറ്റം ആയിരിക്കും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നുണ്ടാവുക. അത്രേ വേണ്ടൂ. നല്ലൊരു മീൽസും ഫിഷ് ഫ്രൈയും അത് മാത്രം വയ്ക്കുന്ന എത്ര കടകളുണ്ട് ഉഷാറായിട്ട്. അതുപോലെ ആയിരക്കണക്കിന് മീൽസ് വയ്ക്കുന്നു, ആയിരക്കണക്കിന് ഫിഷ് ഫ്രൈ വയ്ക്കുന്നു. അല്ലെങ്കിൽ എറണാകുളത്തൊരു കടയുണ്ട്, 150 മീനേ മേടിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം എന്നോട് കന്ന് കണ്ടപ്പോൾ പറഞ്ഞു. ഇപ്പോൾ മാറിയെന്നറിയില്ല. ആ 150 മീനും പരിപാടിയൊക്കെ തീരുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. എനിക്കത് മതി. അല്ലെ നമ്മുടെ നായരേട്ടൻ പുട്ടും പരിപ്പും മുട്ടയും പാപ്പടും അത് തേടി നായരേട്ടൻ്റെ കടയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മെനക്കെടാണ്. അത് തേടി ആളുകൾ ചില്ലുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1-2 സാധനം ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ രാജാവാകും. അല്ലാതെ എല്ലാം കൂട്ടി വെച്ച് അപ്പം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, 100 കണക്കിന് ഐറ്റം മെനുവിൽ അത് മര്യാദ ചെയ്യാൻ പറ്റില്ല, ഇത് മര്യാദ ചെയ്യാൻ പറ്റില്ല. പല കസ്റ്റമേഴ്സും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ സാർ അതില്ല. എന്തിനാ അങ്ങനെയാകുന്നത്? നിങ്ങളൊരു തന്തൂർ വെച്ചിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി. തന്തൂരി ചിക്കൻ മഖനി ഗ്രേവിയിലിട്ട ബട്ടർ ചിക്കനായി. തന്തൂരി ചിക്കൻ, ബട്ടർ ചിക്കൻ. ഈ തന്തൂരി ചിക്കൻ വെണ്ണയിലിട്ട് കഴിഞ്ഞാൽ, മഖനിലിട്ട് കഴിഞ്ഞാൽ വേറൊരു സാധനമായി. നമ്മുടെ ചാന്ദിനി ചൗക്കിലെ അഫ്സൽ ചിക്കനിൽ കിട്ടുന്ന പോലെ റൂട്ടിയും തന്തൂരി റൂട്ടിയും പോരെ. അത് വലിയ കച്ചവടമായില്ലേ? അതിൻ്റെ കൂടെ ഈ ഫിഷ് മാംഗോ കറിയും അതും ഇതൊക്കെ ചെയ്യണം നമ്മൾ നിർബന്ധം പിടിക്കണം? വേണ്ടല്ലോ. മെനു എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ, എത്രത്തോളം ആ മെനു ആ മെനുവിലുള്ള സാധനങ്ങളുടെ രാജാവ് നമുക്കാവാൻ പറ്റുമോ, നമ്മളെ തേടി ആളുകൾ വരും. വേറെ ഒന്നും നമ്മൾ കൊടുക്കണ്ട, അത് മാത്രം മതി. വേറെ നിങ്ങൾ ഈ പറയുന്ന സാധനമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം വേണമെന്നുള്ളവർ അപ്പം വിൽക്കുന്ന കടയുണ്ടാവും, അവിടെ പോയിക്കോട്ടെ. ഇതാവുമ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാം. നമുക്ക് അതിലുള്ള നോളജും അതിലുള്ള കഴിവും മാത്രം മതി. നമ്മുടെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറയും, കോസ്റ്റ് വളരെ കുറയും. സോ ക്രൈസിസുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ്. കോവിഡ് പോലെയൊക്കെ ക്രൈസിസ് വന്നാൽ പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ റെൻറ്റ് കുറച്ച് മതി. കാരണം കുക്കിംഗ് സ്പേസ് വല്ലാതെ ലിമിറ്റഡ് ആയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയൊരു സംഭവമാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റും കൂടി ഉണ്ടെങ്കിൽ അത് പുതിയൊരു ബ്രാൻഡായിട്ട് വേറൊരു സ്ഥലത്ത് തുടങ്ങാം. അങ്ങനെ പല 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 ബ്രാൻഡുകൾ തുടങ്ങാം. ഈ ജ്യൂസ് ഷോപ്പുകളൊക്കെ കാണുന്നില്ലേ, ജ്യൂസ് വേൾഡ്, അങ്ങനെയൊക്കെ. ജ്യൂസ് മാത്രം, സിമ്പിൾ. കുൽഫിയുടെ കടകൾ കാണുന്നില്ലേ, കുൽഫി മാത്രം. അതിൻ്റെ കൂടെ ബേസിക് ഐസ്ക്രീംസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിമ്പിൾ.